ആർസിലെ വിശുദ്ധ ക്യൂറെ പറഞ്ഞൊരു കാര്യം, ലോകത്തിലുള്ള എല്ലാ നന്മകൾ പ്രവൃത്തികളും ഒരുമിച്ച് ചേർത്താൽ ഒരു വിശുദ്ധ കുർബാനയുടെ വില അവയ്ക്കൊന്നിനും ഉണ്ടാവുകയില്ല. ലോകത്തുള്ള എല്ലാ നല്ല പ്രവൃത്തികളും കൂടി ഒരുമിച്ച് വെച്ചാൽ പോലും ഒരു വിശുദ്ധ കുർബാനയുടെ വില അതിനുണ്ടാവില്ല എന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ കാരണം വിശുദ്ധ ക്യൂറോ തന്നെ പറയുന്നുണ്ട്. മനുഷ്യൻ്റെ പ്രവൃത്തിയാണ് നന്മ പ്രവൃത്തികൾ, എന്നാൽ വിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കരുണയാണ്. നമ്മൾ ചെയ്യുന്ന സൽപ്രവൃത്തികളെല്ലാം കൂടി കൂട്ടിവെച്ചാൽ ആത്മാർത്ഥമായി അർപ്പിക്കുന്ന ഒരു കുർബാനയുടെ വില അതിനുണ്ടാകില്ല എന്നാണ് വിശുദ്ധ ക്യൂറോ പറയുന്നത്. അത് വളരെ അർത്ഥവത്തായ ഒരു ചിന്തയാണ്. മനുഷ്യൻ അവൻ്റെ പ്രത്യേകമായ താല്പര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന നന്മകൾ അത് ദൈവത്തിൻ്റെ പ്രവർത്തനമല്ല, മനുഷ്യൻ്റെ പ്രവർത്തനമാണ്. മറിച്ച് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. കാരണം ദൈവമാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത്, അത് തുടരാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പം അതുകൊണ്ട് മറ്റേതൊരു പ്രവൃത്തിയേക്കാളും ഏറ്റവും ശ്രേഷ്ഠമാണ് വിശുദ്ധ കുർബാന എന്നത്. ക്രൈസ്തവ ജീവിതം വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാകണം എന്നാണ് സഭ ആഗ്രഹിക്കുകയും ഈശോ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരിക്കണം. ബെനഡിക്ട് 16 മാർപ്പാപ്പ സ്നേഹത്തിൻ്റെ കുദാശ എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട സത്യമാണ്, ആഘോഷിക്കേണ്ട രഹസ്യമാണ്, ജീവിക്കേണ്ട യാഥാർത്ഥ്യമാണ്. വളരെ ആഴമായ വാക്കുകളാണ്. വിശ്വസിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന, ആഘോഷിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന, ജീവിക്കേണ്ട രഹസ്യമാണ് വിശുദ്ധ കുർബാന. രഹസ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാകാം, മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാകാം. എല്ലാ രഹസ്യങ്ങൾക്കും ആ സ്വഭാവമാണ്. മനുഷ്യനുണ്ടാക്കുന്ന രഹസ്യങ്ങൾ പോലും ഈ പ്രത്യേകതയാണ്. എത്ര രഹസ്യമാക്കി വെച്ചാലും കുറേ കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റും, എന്നാൽ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റും. എത്ര രഹസ്യമാക്കി വെച്ചാൽ അതുകൊണ്ടാണല്ലോ ഇടവയിൽ നടക്കുന്ന പല പ്രകടനങ്ങളും ഞാൻ വൃത്തിയായിട്ടാണ്. എത്ര രഹസ്യമാക്കി വെച്ചാലും കുറേ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും. എന്നാൽ പൂർണ്ണമായിട്ട് അറിയാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരു രഹസ്യത്തിൻ്റെയും പൂർണ്ണമായ അറിവ് ആർക്കും കിട്ടില്ല. ഈ രഹസ്യങ്ങൾ ഉണ്ടാകുന്ന ആൾക്ക് പോലും കിട്ടില്ല. അപ്പൊ വിശുദ്ധ കുർബാന ഒരു രഹസ്യമാണ് എന്ന് പറയുമ്പോൾ ആ വിശുദ്ധ കുർബാനയെ മനുഷ്യന് അറിയാനായിട്ട് കുറേയൊക്കെ സാധിക്കും. പക്ഷെ കുറേയൊക്കെ സാധിക്കില്ല. എത്ര ശ്രമിച്ചാലും സാധിക്കില്ല. എത്ര ശ്രമിച്ചാലും വിശുദ്ധ കുർബാനയെ അറിയാൻ പറ്റുന്നില്ല എങ്കിൽ ഒട്ടും ശ്രമിക്കാതിരുന്നാൽ അതാണ് നമ്മുടെ ഗതികൾ. ഒട്ടും ശ്രമിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ വിശുദ്ധ കുർബാന വിശ്വസിക്കേണ്ട രഹസ്യമാണ്, ആഘോഷിക്കേണ്ട രഹസ്യമാണ്, ജീവിക്കേണ്ട രഹസ്യമാണ്. അപ്പോൾ വിശുദ്ധ കുർബാന വെറുതെ ആചരിക്കേണ്ട ഒന്നല്ല, അത് വിശ്വസിക്കേണ്ടതാണ്, ആഘോഷിക്കേണ്ടതാണ്, ജീവിക്കേണ്ടതാണ്. ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് പള്ളിയിൽ നടക്കുന്ന ഒരു കർമ്മമായിട്ടല്ല സഭയും ക്രിസ്തുവും കാണുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ജീവിച്ച ജീവിതത്തിൻ്റെ അർപ്പണമാണ്, വരാൻ പോകുന്ന ആഴ്ചയുടെ അർപ്പണമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശുദ്ധ കുർബാന എൻ്റെ ജീവിതമായിട്ട് മാറുന്നത്. പൊയ്പോയ ആഴ്ചയുടെ തിക്താനുഭവങ്ങളും വേദനകളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തമ്പുരാന്റെ കാസിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഇതെൻ്റെ ദിവ്യബലിയുടെ കാണിക്കയായി അർപ്പിക്കും.
ഒപ്പം തന്നെ വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം തമ്പുരാന്റെ പദ്ധതിക്ക് വിധേയമായി നിന്റേതാക്കി മാറ്റണമേ, നിന്റെ ശരീരമാക്കി മാറ്റണമേ, നിന്റെ രക്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോഴാണ് അത് ജീവിതമായിട്ട് മാറുന്നത്. അപ്പോ കുർബാന അർപ്പണം, ഞായറാഴ്ച കൊടുത്ത് കുർബാന അർപ്പണം എന്ന് പറയുന്നത് സമയം നോക്കി വച്ചു നോക്കി ആചരിക്കുന്ന ഒരു പൂജയല്ല. പൂജ എന്ന് പറയുന്ന ഒരു കർമ്മമാണ്. ഇതൊരു പൂജയല്ല, ഇതെന്റെ ജീവിതത്തിന്റെ ആകണം. അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന പള്ളിയിൽ നടക്കേണ്ട ഒരു ആചരണം എന്നതിനപ്പുറത്തേക്ക് അതെന്റെ ജീവിതത്തിന്റെ അർപ്പണത്തിന്റെ സാധ്യതയാണ് എന്ന് പറയുക. ജീവിത കേന്ദ്രീകൃതമല്ലാത്ത ഏതൊരു ആരാധനയും വ്യർത്ഥമാണ്. ജീവിതബന്ധിയല്ലാത്ത ആരാധന മാത്രമല്ല, ജീവിതബന്ധിയല്ലാത്ത ഏതൊരു പ്രവൃത്തിയും ഏതൊരു വാക്കും വ്യർത്ഥമാണ്. വെറുതെ ഉദാഹരണത്തിന് ജീവിത പങ്കാളി ഇതര ജീവിത പങ്കാളിയോട് പറയുന്നു, ഈ ലോകത്തിലേക്ക് വെച്ച് മറ്റാരേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അതിനനുസരിച്ചുള്ള ചേഷ്ടകൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളൊക്കെ കാണിക്കുകയും ഈ ജീവിത പങ്കാളി വേറെ ആരെങ്കിലുമായിട്ട് അവിഹിത ബന്ധത്തിൽ ജീവിക്കുകയും ചെയ്താൽ അത് അർത്ഥവത്തായിരിക്കും. ആ പറഞ്ഞ കാര്യങ്ങൾ, ജീവിത പങ്കാളിയോട് പറഞ്ഞ കാര്യങ്ങളും ചെയ്ത പ്രവൃത്തിയും പെരുമാറ്റവും ഒക്കെ അർത്ഥവത്തായിരിക്കും. അത് അവിശ്വസ്തയാണ്. വിശുദ്ധ ബലി എൻ്റെ ജീവിതത്തിൻ്റെ ബലിയാകുന്നില്ല എങ്കിൽ, ഇതിൽ കേന്ദ്രീകൃതമായിട്ടല്ല ഞാൻ ജീവിതം നയിക്കുന്നതെങ്കിൽ, ഈ വിശുദ്ധ ബലി അർപ്പണം തന്നെ അതിൽ തന്നെ അവിശ്വസ്തയാണ്. എൻ്റെ ജീവിതവുമായിട്ട് ഈ ബലിയെ ഞാൻ ബന്ധിപ്പിക്കുന്നില്ല എങ്കിൽ എൻ്റെ ഈ ബലി അർപ്പണം വെറും ആചാരമാണ്. അത് അതിൽ തന്നെ തമ്പുരാനോട് ചെയ്യുന്ന അതിക്രമമാണ്. ഒന്ന് മനസ്സിലാക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു യോഹന്നാന സുവിശേഷം 4-ാം അധ്യായം 22-23 വാക്കുകളിൽ പറയുകയാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. യേശു കാനാൻകാരെ സ്ത്രീയോട് പറഞ്ഞു, യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലുമാണ്. വെറുതെ ഇങ്ങനെ വന്നു ഈ പള്ളിയിൽ പോയി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പള്ളിയുടെ ഭിത്തിയുടെ പഞ്ചികളുണ്ടാകും. ഈ പള്ളിയുടെ അകത്തേക്കൂടെ ഈ കൊതുക് നടക്കുന്നു, ഈച്ച നടക്കുന്നു, പല ജീവികൾ നടക്കുന്നു. അങ്ങനെ ഒരു ജീവിയെ പോലെ ഞാൻ ഞായറാഴ്ച ഈ പള്ളിയിൽ വന്ന് പോയി കഴിഞ്ഞാൽ ഇത് ദൈവത്തിനുള്ള ആരാധനയാണ്. സൂക്ഷിച്ച് ശ്രദ്ധിക്കുക. അറിയാത്തതിനെ ആരാധിക്കുന്നവരാണ് ഈ പള്ളി പൂച്ചയിൽ. ആ പള്ളി പൂച്ചയിലും അല്ലെങ്കിൽ ഈച്ചയിലും ഒക്കെ നീ പെടും. നീ അറിഞ്ഞുകൊണ്ടാണോ ആരാധിക്കുക? അറിഞ്ഞുകൊണ്ടാണോ ആരാധിക്കുക? രണ്ടാമതായിട്ട് സത്യത്തിലാണ് ആരാധിക്കുക. അതാണ് സത്യത്തിലാണ് നേരത്തെ പറഞ്ഞ ജീവിതമായിട്ട് ബന്ധിയില്ലാത്ത ആരാധനയാണെന്നെങ്കിൽ, ഒരു കർമ്മമാണെന്നെങ്കിൽ, ഞായറാഴ്ച കടം കിട്ടാനായിട്ടുള്ള ഒരു ബാധ്യതയാണെങ്കിൽ, 4 പേരെ ബോധിപ്പിക്കാനായിട്ടുള്ള ബാധ്യതയാണെങ്കിൽ ഇത് യഥാർത്ഥ കുർബാനയാകില്ല, ഇത് യഥാർത്ഥ ആരാധനയാകില്ല എന്നത്. അപ്പോൾ അറിയുന്നതിനെ ആരാധിക്കണം, സത്യത്തിൽ ആരാധിക്കണം. അങ്ങനെ ഉള്ള ആരാധകരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ള ആരാധകരെ എന്നെയും നിങ്ങളെയും അന്വേഷിക്കുന്നുണ്ടോ? എന്നെയും നിങ്ങളെയും ഈ വിശുദ്ധ ബലിയിൽ ദൈവം പ്രതീക്ഷിക്കുന്നുണ്ടോ? അറിഞ്ഞുകൊണ്ട് സത്യത്തിലാണോ ഈ വിശുദ്ധ ബലിയാക്കുന്നത്? ഞായറാഴ്ച ആചരണം എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ തിരുനാൾ ദിനമായിട്ടാണ് സഭ വ്യാഖ്യാനിക്കുക. ഞായറാഴ്ച ആചരണമില്ലാത്ത ഒരുത്തൻ ക്രിസ്ത്യാനിയാകും.
ഒരിക്കലും ആവില്ല. പള്ളിയിൽ മാമോദിസ സ്വീകരിച്ചതുകൊണ്ടോ പള്ളിയിൽ രജിസ്റ്ററിൽ പേരുള്ളതുകൊണ്ടോ ഒരുത്തൻ ക്രിസ്ത്യാനിയാകില്ല, ഞായറാഴ്ച ആചരണം നടത്തുന്നില്ലായെങ്കിൽ. ഞായറാഴ്ച കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് സഭ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞതല്ല, രണ്ടാമത്തെ കൗൺസിലിന്റെ പ്രമാണ രേഖകളിൽ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്റിൽ പറഞ്ഞ കാര്യമാണ്. ഞായറാഴ്ച കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് സഭ വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഞായറാഴ്ച കേന്ദ്രീകൃതമായ വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ഒരു ജീവിതമാണ് സഭ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അർത്ഥം അങ്ങനെ അല്ലാത്തവൻ സഭയിൽ അംഗമല്ല എന്ന് തന്നെയാണ്. അന്യമായി നിയമപരമായിട്ടായിരിക്കും, അന്യമായിട്ടല്ല. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കർത്താവിൻ്റെ ദിവസം എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്ന കാര്യം ആദിമസഭയെ എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഈ ചാക്രിക ലേഖനത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുക. അദ്ദേഹം പറയുന്നത്, ആദിമസഭയുടെ കാലം തുടങ്ങി കർത്താവിൻ്റെ ദിവസം വളരെ താല്പര്യത്തോടെ ആഘോഷിച്ചിരുന്നു. കർത്താവിൻ്റെ ദിവസം കർത്താവിനെ ആരാധിക്കാനും കർത്താവിനെ സ്തുതിക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും സഭ ഒരുമിച്ച് കൂടി അതിനൊരിക്കലും അവരുടെ മുടക്കം വരുത്തിയത്. ഞായറാഴ്ച ആചരണത്തിലൂടെയാണ് സഭ ആരംഭിക്കുന്നത്. ആദിമസഭയുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് അവരെ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തു. ആ ഞായറാഴ്ച ആചരണത്തിലൂടെയാണ് സഭ ഉണ്ടാകുന്നത്. സഭയുടെ ശൈശവം ഈ ഞായറാഴ്ച ആചരണത്തിലൂടെ, സഭയുടെ തുടക്കം ഈ ഞായറാഴ്ച ആചരണത്തിലൂടെ. ഞായറാഴ്ച ആചരണം നടത്താത്തവൻ ഈ സഭയിലെ അംഗമല്ലെന്ന അർത്ഥം. പേര് ഞാൻ നേരത്തെ പറഞ്ഞ പേരിനായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടില് അവൻ സഭയിലേക്ക് പോകില്ല. അപ്പോസ്തലന്മാരുടെ ലേഖനം അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 46-47 വാക്യങ്ങൾ നമ്മൾ പ്രകാരം വായിക്കുകയാണ്. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം, വാക്ക് ശ്രദ്ധിക്കണം, താല്പര്യപൂർവ്വം, കടത്തുവരിക്കാനല്ല, ആചാരത്തിൻ്റെ പേരിലല്ല, താല്പര്യപൂർവ്വം ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടുകയും, ദേവാലയത്തിൽ ഒരുമിച്ച് കൂടി, ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയല്ല, ഒരുമിച്ച് കൂടുന്നവരെയാണ് അവനായിരിക്കുന്നുണ്ടോ. ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി വിശുദ്ധ ബലി അർപ്പിച്ചാൽ അത് നിങ്ങൾ ഉണ്ടാക്കിയ അത്താഴം കട്ടുകൊണ്ടുപോകുന്ന പൂച്ചയ്ക്കോ എനിക്കോ ഇല്ലേ? എവിടെയോ പോയല്ല, ഒരുമിച്ച് കൂടുകയും അവന്റെ ദേവാലയത്തിന് അവൻ ഒരുമിച്ച് കൂടി, താല്പര്യപൂർവ്വം ഒരുമിച്ച് കൂടി അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി പങ്കുചേരുകയും ചെയ്തു. ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടി പങ്കുചേർന്നു. പങ്കു മേടിച്ചുകൊണ്ട് പോവുകയല്ല, പങ്കു കൊടുക്കലും മാത്രമല്ല, പങ്കുചേരുകയാണ്. കൊടുക്കലും വാങ്ങലും ഉണ്ടവിടെ. പങ്കുചേർന്നു അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. എല്ലാ മനുഷ്യരെയും സംപ്രീതിക്ക് പാത്രമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രീതികരമാകുന്നില്ല എങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. താല്പര്യത്തോടെ ഞായറാഴ്ച ആചരണം നടത്താതിരിക്കുകയും താല്പര്യത്തോടെ പങ്കുചേരാതിരിക്കുകയും താല്പര്യത്തോടെ ദേവാലയത്തിൽ ഒരുമിച്ച് ചേരാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ മറ്റുള്ളവരുടെ പ്രീതിക്ക് പാത്രമാകാതിരിക്കുക. യഹൂദരുടെ സാപത്തിൽ നിന്നാണ് ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ആചരണം ആരംഭിക്കുക. ക്രിസ്ത്യാനിയുടെ ഞായറാഴ്ച ആചരണത്തെ ആദ്യകാലത്ത് വിശേഷിപ്പിച്ചിരുന്ന കർത്താവിൻ്റെ ദിവസം. പഴയ നിയമത്തിലെ സാപത്ത് ആണ് പിന്നീട് ആദിമസഭയിലെ കർത്താവിൻ്റെ ദിവസമായിട്ട് ആചരിക്കുക. സാപത്ത്
എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം 6 ദിവസം അധ്വാനിച്ചു, 7-ാം ദിവസം വിശ്രമിച്ചു എന്നാണ് പറയുക. ഈ വിശ്രമത്തെ പലപ്പോഴും വെറുതെ ഇരിക്കലായിട്ട് പലരും തെറ്റിദ്ധരിക്കുകയാണ്. വിശ്രമം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലല്ല. ബൈബിളിന്റെ ഭാഷയിൽ വിശ്രമം എന്ന് പറയുന്നത് വെറുതെ ഇരിക്കലല്ല. മടിയന്റെ അത്താണിയാണ് ആത്മീയത എന്നാണ് കരുതിയത്. അലസന്റെ ആത്മീയതയല്ല വിശ്വാസം എന്നാണ് ആര് കരുതിയത്. മറിച്ച് പ്രവർത്തിക്കുന്നവന്റെ അത്താണിയാണ്, കർമ്മം ചെയ്യുന്നവന്റെ കർമ്മമാണ് വിശുദ്ധ കുർബാന എന്ന് തിരിച്ചറിയണം. യേശു പറയുന്ന വാക്കുണ്ട് പിതാവിനെ കുറിച്ച്, എന്റെ പിതാവ് നിരന്തരം പ്രവർത്തന നിരതനാണ് എന്ന്. അപ്പോൾ ആ പിതാവ് എന്ന് പറയുന്ന പിതാവായിരുന്നു. പിതാവായ ദൈവം വിശ്രമിച്ചു എന്ന് പഴയ നിയമത്തിൽ പറയുമ്പോൾ അത് നമ്മൾ വെറുതെ ഇരുന്നു എന്നല്ല ധരിക്കേണ്ടത്. അത് ക്രിസ്തുവിന്റെ വാക്കിന്റെ വെളിച്ചത്തിൽ തിരിച്ചറിയണം. നിരന്തരം പ്രവർത്തനനിരതനായിരുന്നു എന്ന്. അപ്പോൾ ഒരിടത്ത് വിശ്രമിച്ചു എന്ന് പറയുമ്പോൾ, ഒരിടത്ത് നിരന്തരം പ്രവർത്തനനിരതനാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: 6 ദിവസം അധ്വാനിച്ച പിതാവായ ദൈവം 7-ാം ദിവസം ഈ 6 ദിവസത്തെ അധ്വാനത്തെ ധ്യാനിച്ചു എന്നാണ്. എന്താ ചെയ്തേ? ഈ 6 ദിവസത്തെ അധ്വാനത്തെ ധ്യാനിച്ചു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ 6 ദിവസത്തെ, കഴിഞ്ഞ 6 ദിവസത്തെ അധ്വാനത്തെ ധ്യാനിക്കാനുള്ള ദിവസമാണ്. ആ അധ്വാനത്തെ സമർപ്പിക്കാനുള്ള ദിവസമാണ്. ആ അധ്വാനത്തെ ജീവിതമാക്കി അവിടുത്തെ ശരീരവും രക്തവുമാക്കി മാറ്റാനുള്ള ദിവസമാണ് കർത്താവിന്റെ ദിവസം. അതെന്റെ ദിവസമല്ല, അത് കർത്താവിന്റെ ദിവസമാണ്. കർത്താവിന്റെ ദിവസമാണെങ്കിലും അത് കർത്താവിന്റെ പദ്ധതി അനുസരിച്ച്, കർത്താവിന്റെ ആഗ്രഹം അനുസരിച്ച് നിറവേറ്റണം. കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ദിവസമായിട്ടാണ് ഞായറാഴ്ച കണക്കാക്കുന്നത്. അതുകൊണ്ടാണ് ശനിയാഴ്ചത്തെ യഹൂദരുടെ സാപത്താചരണത്തിൽ നിന്ന് കർത്താവിന്റെ ഉത്ഥാനത്തിലേക്ക് നമ്മൾ മാറുകയും ആ ഞായറാഴ്ച ആചരണം എന്നുള്ള കർത്താവിന്റെ ദിവസം ഞായറാഴ്ചയായിട്ട് കണക്കാക്കുകയും ചെയ്തത് യേശുവിന്റെ ഉത്ഥാനത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ യേശു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഇതാണ്: ഉത്ഥാനത്തിലൂടെ യേശു പിതാവായ ദൈവത്തിന്റെ സാപത്തിലേക്ക് പ്രവേശിച്ചു വരണം. ക്ലിയറായോ? ഉത്ഥാനത്തിലൂടെ യേശു പിതാവായ ദൈവത്തിന്റെ സാപത്തിലേക്ക് പ്രവേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്തു ഉത്ഥാനത്തിലൂടെ പിതാവിന്റെ സാപത്തിലേക്ക് പ്രവേശിച്ചുവെങ്കിൽ അത് തന്നെയാണ് ഓരോ ഞായറാഴ്ചയും നമ്മൾ ചെയ്യേണ്ടത്. പിതാവായ ദൈവത്തിന്റെ സാപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ഈ സാപത്തിലൂടെ ഞാൻ എന്റെ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത്. ഈ ഒരു ദിവസത്തിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ തമ്പുരാന് വേണ്ടി മാറ്റിവെച്ചു, ബാക്കിയൊക്കെ ഞാൻ അടിച്ചു മാറ്റിയാല് പിന്നെ ഇത് കർത്താവിന്റെ ദിവസമാകുമോ? ഈ ഒരു ദിവസം മുഴുവൻ കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് നിർവഹിക്കുന്നതാണ്. ഇത് കർത്താവിന്റെ ഉത്ഥാനത്തിന്റെ ആഘോഷമാണ്, സാപത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ്. ചുരുക്കി പറഞ്ഞാൽ, കർത്താവിന്റെ ഉത്ഥാനത്തില് പങ്കുചേർന്ന് നമ്മളും കർത്താവിന്റെ ഉത്ഥാനത്തിലേക്ക് വരാനായിട്ടുള്ള ആദ്യത്തെ ചുവടാണ്, ആദ്യത്തെ ചുവട്ടുപടിയാണ് ഞായറാഴ്ച ആചരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. യെശയ്യായുടെ പുസ്തകം 58-ാമത്തെ വാക്യം 13-14 വാക്യങ്ങളുടെ നമ്മൾ പ്രകാരം വായിക്കുകയാണ്: സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ എൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും അനുവർത്തിക്കാതിരിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. മക്കൾ ശ്രദ്ധിക്കുക. സാപത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം, കർത്താവിന്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. കർത്താവിന്റെ ദിവസത്തിൽ നമ്മൾ ആരുടെ ഇഷ്ടം വരുന്നത്? ആരുടെ ഇഷ്ടം വരുന്നത്? നമ്മുടെ ഇഷ്ടം.
അതിൽ നിന്ന് പിന്തിരിയാനാണ് യെശയ്യാ പ്രവാചകൻ വഴി ആവശ്യപ്പെട്ടത്. നിന്റെ ഇഷ്ടത്തിൽ നിന്ന് മാറണം. എന്നിട്ടോ സാബത്തിനെ സന്തോഷദായകവും കർത്താവിന്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. സന്തോഷദായകവും ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. ഏതിനെ? ഞായറാഴ്ചയെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടത്. എന്ത് കണ്ടത്? ആനന്ദം കണ്ടത്. നമുക്ക് ആനന്ദിക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ഈ പറഞ്ഞിറങ്ങിയാണ്. സാബത്തിനെ ചവിട്ടിമരിക്കുന്നു, ഞായറാഴ്ച ദിവസം സ്വന്തം ഇഷ്ടം നോക്കുന്നു, അതിനെ സന്തോഷദായകമായ ദിവസമായിട്ട് കണക്കാക്കുന്നില്ല, അതിനെ വിശുദ്ധമായിട്ട് കണക്കാക്കുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആനന്ദവും അനുഭവിക്കാൻ പറ്റില്ല. പിന്നെ എന്തെങ്കിലും പ്രശ്നം? അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സജ്ജീകരിക്കും. എന്താണ്? ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സഞ്ചരിപ്പിക്കും. ഇപ്പോഴും പുരോഗതിയില്ല, ഇപ്പോഴും മേഖലയില്ല, ഇപ്പോഴും ആരോഗ്യമില്ല എന്നൊക്കെ പറയുന്നവര് ഇതൊന്നും ധ്യാനിക്കേണ്ടതാണ്. ഈ ലോകത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവ് ആണ് ഇതെല്ലാം ചെയ്യുന്നത്. ആരെല്ലാം ചെയ്യുന്നത്? പിതൃപോയിക്കാണോ? അല്ല, കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മുടെ വായിക്കാം. യെശയ്യായുടെ പുസ്തകം പല്ലുവെട്ടിൽ നിന്ന് പോയി ധ്യാനിക്കേണ്ടതാണ്. യെശയ്യായുടെ പുസ്തകം 58-ാം വാക്യം, 13-14 വാക്യങ്ങൾ. സാബത്തിനെ ചവിട്ടിമരിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിനത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴികളിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിപ്പിക്കും. നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇതെല്ലാം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തോട് കർത്താവ് പറഞ്ഞത് ഞായറാഴ്ച ആചരണം അല്ലെങ്കിൽ സാബത്ത് ആചരിക്കണം. കാരണം ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ ജനമാണ്. ഇതൊരു കോൺട്രാക്റ്റാണ്. ഈ കോൺട്രാക്റ്റില് ഞാൻ ദൈവത്തിന്റെ ജനമായിരിക്കണമെങ്കിൽ ഞാൻ കപ്പം കൊടുക്കണം. ഞാൻ രാജാവിന്റെ പ്രജയാകണമെങ്കിൽ കപ്പം കൊടുക്കണം. ആ കപ്പം എന്താ കർത്താവ് ആവശ്യപ്പെട്ടത്? നിങ്ങൾ എന്നെ ആരാധിക്കണം. അതാണല്ലോ ഒന്നാമത്തെ കൽപ്പന. നിങ്ങൾ എന്നെ ആരാധിക്കണം. നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോഴാണ്, ഞായറാഴ്ച ആചരണം നടത്തുമ്പോഴാണ് നീ തമ്പുരാന്റെ ജനമായി മാറുക. നീ ക്രിസ്തുവിന്റെ ശിഷ്യനായിട്ട് മാറുക. നീ ക്രിസ്ത്യാനിയായിട്ട് മാറുക. സഭ എന്ന് പറയുന്നത് ആരാധനാ സമൂഹമാണ്. ആരാധിക്കാത്ത, ഞായറാഴ്ച ആചരണം നടത്താത്ത ഒരാൾ ഒരു സഭയിലെയും അതല്ല എന്നർത്ഥം. അവരുടെ സഭാംഗങ്ങളായി കുഴിമടിക്കുകയും പഴുപ്പ് പറയുകയും തെരുവിൽ കിടന്ന് ഘോരഘോരം പ്രസംഗിക്കുകയും ചായക്കടകളിൽ വെള്ളമടിച്ച് പ്രശ്നമാക്കുകയൊക്കെ ചെയ്യും. അതൊന്നും ആരല്ല സഭാംഗമല്ല. ഞായറാഴ്ച ആചരണം നടത്താത്ത ഒരുത്തരും സഭയിലല്ല എന്ന് മനസ്സിലാക്കണം. ക്രിസ്തു നമ്മുടെ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് ഞാൻ ഞായറാഴ്ച ആചരണത്തിലൂടെ ഉചിതമായ മാന്യത കൊടുക്കുന്നില്ല എന്നത് എൻ്റെ ജീവിതം വ്യർത്ഥമാണ്. അങ്ങനെ കൊടുത്താലോ ഞാൻ ഈ ലോകത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കും. യാക്കോബിൻ്റെ ഓഹരി കൊണ്ട് പരിപാലിപ്പിക്കപ്പെടും. കർത്താവ് അറിയിച്ച വാക്കാണ്. ആ വാക്കിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞായറാഴ്ച ആചരണം കൂടുതൽ അർത്ഥവത്തായി നിർവഹിക്കണം. കൃപയാചിച്ചുകൊണ്ട് ഈ നമുക്ക് പരിശുദ്ധമായി നാം